എന്താണ്, എങ്ങനെയാണ് ഈ അവേക്ക് സർജറിയുടെ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത്? ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്? ഒരു ടീമിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ടീം പ്രോസസ്സാണോ ഇത്? അവേക്ക് ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞാൽ ഉത്തമമായുള്ള ഒരു ടീം വർക്കിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവേക്ക് ബ്രെയിൻ സർജറി. അതൊരു ന്യൂറോ സർജൻ മാത്രമല്ല, ന്യൂറോ സൈക്കോളജിസ്റ്റ്, ന്യൂറോ അനസ്തീഷ്യോളജിസ്റ്റ്, ന്യൂറോ ഫിസിയോളജിസ്റ്റ്, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അവേക്ക് സർജറി എന്ന് കേൾക്കുമ്പോൾ അതൊരു പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയല്ല. നമ്മൾ സർജറിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് മാത്രമാണ് ഇവരെ നമുക്ക് ഉണർന്നിരിക്കേണ്ട ആവശ്യകതയുള്ളൂ. അപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഉടനെ രോഗി ആദ്യത്തെ സമയങ്ങളിലെല്ലാം മയക്കത്തിലായിരിക്കും. ഇടയ്ക്ക് കുറച്ച് നേരം നമ്മൾ ട്യൂമർ നീക്കം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർജറിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗത്ത് മാത്രമായിരിക്കും അവർ ഉണർത്തുക. ആൻഡ് അതിനുശേഷം വീണ്ടും മയക്കത്തിലായിരിക്കും. എവേക്കായിട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഗുണങ്ങൾ കൂടുതലായതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്? ബ്രെയിൻ ട്യൂമറിൽ ചിലത് ഈ ബ്രെയിനായിട്ട് ഇടകലർന്ന് നിൽക്കുന്ന ട്യൂമേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രെയിനിൻ്റെ നോർമൽ കോശങ്ങളും ചിലപ്പോൾ നീക്കം ചെയ്യപ്പെടാം. അതിനോടനുബന്ധിച്ച് തന്നെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാം. ഇപ്പം നമ്മുടെ സർജറിയുടെ ലക്ഷ്യം എന്താണ്? ഈ ട്യൂമർ എത്രയും നീക്കം ചെയ്യുകയും വേണം, എന്നാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാനും പാടില്ല. അങ്ങനെയുള്ള ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് ഈ അവേക്ക് ബ്രെയിൻ സർജറി. അപ്പോൾ രോഗി ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ സംസാരം അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ ചലനശേഷി ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയും. അപ്പോൾ അതേസമയം നമുക്ക് ഈ തലച്ചോറിലെ ട്യൂമർ വളരെ മികച്ച രീതിയിൽ നീക്കം ചെയ്യാനും സാധിക്കും. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ഉറപ്പുള്ളൊരവസ്ഥ. ഇവരുടെ തലച്ചോറിൻ്റെ സർജറി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അവർക്ക് തന്നെ ഒരു ഉറപ്പാണ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന്. അവർക്ക് ഒരുപക്ഷെ അവേക്ക് സർജറി കഴിഞ്ഞാൽ ഒരു 3-ാമത്തെയോ 4-ാമത്തെ ദിവസം നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അവർക്കുള്ള സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യതകളും വളരെ വളരെ കുറവാണ്.